أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا أرجه وأخاه وابعث في المدائن حاشرين يأتوك بكل سحار عليم. فجمع السحرة لميقات يوم معلوم. وقيل للناس هل أنتم مجتمعون لعلنا نتبع السحرة إن كانوا هم الغالبين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1236 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 26-ാമത്തെ അധ്യായമായ സൂറത്ത് ശുറായിലെ 36 മുതൽ 40 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا ارجه وأخاه وابعث في المدائن حاشرين يأتوك بكل سحار عليم. فجمع السحرة لميقات يوم معلوم. وقيل للناس هل أنتم مجتمعون لعلنا نتبع السحرة إن كانوا هم الغالبين. صدق الله العلي العظيم. സൂറത്തു ശുഅറയിലെ 36 മുതൽ 40 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മൂസ അലൈഹിസ്ലാമും ഫിറഔനും തമ്മിൽ നടക്കുന്ന സംഭാഷണമാണ് സൂറത്ത് ശുഅറയിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭാഗം കൈകാര്യം ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് മൂസ അലൈഹിസ്സലാം തന്റെ പ്രവാചകത്വത്തിനുള്ള സാക്ഷ്യം തെളിമയുള്ള പിൻബലമായി താൻ കൊണ്ടുവന്നിരിക്കുന്ന സംഗതി കാണിച്ചാലോ എന്ന് പറഞ്ഞപ്പോ അത് കാണിക്കാൻ വേണ്ടി ഫിറഔൻ ആവശ്യപ്പെട്ടു. ആ കാര്യമാണ് പരാമർശിക്കപ്പെട്ടിരുന്നത്. അതിനെ തുടർന്ന് മൂസ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന വടി താഴേക്ക് എറിഞ്ഞു കളഞ്ഞു. പെട്ടെന്നത് ഒരു അത്യുഗ്രൻ സർപ്പമായിട്ട് മാറി. കക്ഷത്ത് വെച്ച കൈ പുറത്തെടുത്തപ്പോ അത് വെട്ടിത്തിളങ്ങുന്നതായും മാറി. ആ സമൂഹത്തിൽ കണ്ടുവന്ന ചുറ്റുപാടുമുണ്ടായിരുന്ന ആളുകൾക്കിടയിൽ വലിയ ഞെട്ടലുളവാക്കിയ വളരെ അസാധാരണത്വമുള്ള കാര്യങ്ങളായിട്ടാണ് അവർക്കത് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഉടനെ ഫിറഔൻ ഇന്ന ഹാദാ ലസാഹിറുൻ അലീം എന്ന് അവരോട് പറയുന്നത്. തീർച്ചയായിട്ടും ഈ വന്നിരിക്കുന്നത് ഒരു വലിയ ആഭിചാരക്കാരൻ തന്നെയാണ്. അയാൾക്ക് ചില ഗൂഢലക്ഷ്യങ്ങളുണ്ട്. യുരീദു അൻ യുഖ്രിജകും മിൻ അർദികും ബിസിഹ്രി. തന്റെ ആഭിചാരക്രിയയിലൂടെ നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കാനാണ് അയാളുടെ ഉദ്ദേശം. അപ്പൊ മാതാ തഅ്മുറൂൻ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്ത് ചെയ്യണം ഇങ്ങനെ ഒരു കാര്യത്തിൽ എന്നാണ് ഫിറഔൻ തന്റെ ചുറ്റുപാടും ഉണ്ടായിരുന്ന മലക്കിനോട്, തന്നെ പിന്തുണച്ച് നിൽക്കുന്ന പ്രമാണിമാരായ ആ പ്രഭു സമൂഹത്തോട് ചോദിക്കുന്നത്. ഖാലൂ, ഇനി അതിന് അവര് ആ പ്രമാണിമാര് നൽകുന്ന മറുപടിയാണ്. ആ മറുപടിയും അതിനെ തുടർന്നുള്ള സംഗതികളുമാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. ആ ഭാഗം ഇങ്ങനെയാണ്. ഖാലു,
ഈ പ്രമാണിമാര് ഫിറോവിന്റെ ചുറ്റുമുണ്ടായിരുന്ന അയാളെ എല്ലാറ്റിനും പിന്തുണച്ചുകൊണ്ട് നിലക്കൊണ്ടിരുന്ന ആളുകൾ പറഞ്ഞു, അവരിങ്ങനെയാണ് പ്രതികരിച്ചത്: ഇർജിഹ് വ അഖാഹു, ഇവനെയും ഇവന്റെ സഹോദരനെയും നമുക്കിവിടെ തടഞ്ഞു നിർത്താം, അല്ലെങ്കിൽ താങ്കൾ തടഞ്ഞു നിർത്തണം, പോകാൻ അനുവദിക്കരുത്. വബഅഥ ഫിൽ മദാഇനി ഹാശിരീൻ, എന്നിട്ട് സകല പട്ടണങ്ങളിലേക്കും ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ആളെ പറഞ്ഞുവിടുകയും വേണം. യഅ്തൂക ബികുല്ലി സഹാരിൻ അലീം, അവര് സമർത്ഥരായ ആഭിചാരക്കാരെ സംഘടിപ്പിച്ച് കൊണ്ടുവരട്ടെ. ഇതാണ് അവരുടെ നിർദ്ദേശമായിട്ട് അവർ മുന്നോട്ട് വെച്ചത്. മൂസ അലൈഹി ഇസ്ലാമും ഹാറൂൻ അലൈഹി ഇസ്ലാമും ചേർന്നുകൊണ്ട് ഫിറഔനുമായുള്ള ആശയസംവാദം നടത്തിക്കൊണ്ടിരിക്കെ താൻ അള്ളാഹുവിന്റെ ദൂതനാണ്, പ്രപഞ്ചനാഥന്റെ ദൂതനാണ് എന്ന കാര്യത്തിനുള്ള പിൻബലമായി അത് ബോധ്യപ്പെടുത്തുന്നതിനായുള്ള ദൈവിക ദൃഷ്ടാന്തങ്ങൾ കാണിക്കാൻ തന്റെ കയ്യിൽ അങ്ങനെ ചില ദൈവിക ദൃഷ്ടാന്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് മൂസ അലൈഹി ഇസ്ലാം അറിയിക്കുന്നത്. അത് കാണിക്കാൻ വേണ്ടി ഫിറോവൻ പറയുകയും ചെയ്തു. അങ്ങനെ അവരൊക്കെ നോക്കി നിൽക്കെ ഫിറോവൻ കാണിച്ച, ഫിറോവിന്റെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട ആ ദൃഷ്ടാന്തങ്ങൾ, കയ്യിലുണ്ടായിരുന്ന വടി മൂസ അലൈഹി ഇസ്ലാം തറയിലേക്ക് ഇട്ടപ്പോ അതൊരു അത്യുഗ്രൻ സർപ്പമായി മാറി എന്നതും, അതുപോലെ കക്ഷത്ത് നിന്ന് കൈ എടുത്തപ്പോ അത് വെട്ടിത്തിളങ്ങുന്ന രൂപത്തിലായി മാറി എന്നതും, അവിടെ കൂടിയിരുന്ന ആളുകളെ മുഴുവനും സ്തബ്ധരാക്കുന്ന വിധത്തിലുള്ള രണ്ട് അത്യസാധാരണമായ അനുഭവങ്ങളായിട്ടാണ് അവർക്ക് അനുഭവപ്പെടുന്നത്. അപ്പൊ ഇത് എല്ലാവരിലും ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു സാധാരണ മാജിഷ്യന്റെ പ്രവർത്തനമല്ല എന്നത് തന്നെയാണ് അവിടെ കൂടിയിട്ടുള്ള ആളുകൾക്കൊക്കെ ബോധ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഫിറോൻ ഉൾപ്പെടെ ഇത് വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സാഹിറാണ് വന്നിരിക്കുന്നത് എന്ന് പറയുന്നത്. അവരങ്ങനെ പറയുള്ളൂ. വളരെ പരിശീലനം കിട്ടിയിട്ടുള്ള, വളരെ യോഗ്യനായ, കഴിവ് തെളിയിച്ച ഒരു മജീഷ്യനാണ് ഇയാള്, സാഹിറാണ് എന്നാണ് അവർ പറയുന്നത്. ഇവർ പറയുന്നത് അതാണെങ്കിലും കണ്ടുനിന്ന ആളുകളുടെ മനസ്സിൽ അത് വലിയ ചലനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമുക്കൊന്നും പരിചയമുള്ള തരത്തിലുള്ള ആഭിചാരക്രിയ അല്ലല്ലോ. ആഭിചാരകന്മാരൊക്കെ നമ്മൾ പലതും കണ്ടതല്ലേ. അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലാത്ത വിധത്തിലുള്ള ഒന്നാണല്ലോ എന്നത് ഈ ആളുകൾക്കൊക്കെ മനസ്സിൽ അങ്ങനെ ഒരു ചോദ്യം ഉയർന്നിട്ടുണ്ട്. അവരിൽ നിന്ന് അത് അറിയാനിടയായിട്ട് വൈകാതെ തന്നെ ഈജിപ്തിന്റെ സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ, പരിസരത്തുള്ള പട്ടണങ്ങളിലൊക്കെ തന്നെ ആ വാർത്ത പ്രചരിക്കുന്നുണ്ട്. അത് ആളുകളിൽ വലിയൊരു കൗതുകവും അതുപോലെ സ്വാധീനവും ഒക്കെ സൃഷ്ടിക്കുന്നുണ്ട്. ഇത് ഫിറോവിനും അയാളോടൊപ്പമുള്ള ആളുകൾക്കും നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മൂസ അലൈഹി ഇസ്ലാം അവരുടെ മുന്നിൽ കൊട്ടാരത്തിൽ രാജാവിന്റെ സാന്നിധ്യത്തിൽ കാണിച്ചിട്ടുള്ള ഈ കാര്യങ്ങൾ, ഈ രണ്ട് അത്ഭുത കൃത്യങ്ങൾ, ഇത് കാണിച്ചത് ഇതിനെ നിസ്സാരമായിട്ട് വിടാൻ പറ്റുകയില്ല. ഇത് ജനങ്ങളെ സ്വാധീനിക്കും. അത് ഈ ഭരണവർഗത്തെ നിഷ്കാസനം ചെയ്യാൻ വരെ കാരണമായി വരും. അവരവിടുന്ന് പുറത്താക്കപ്പെടാൻ തന്നെ അത് കാരണമാകും എന്നൊക്കെയുള്ള നിലക്കാണ് അവരതിനെ നോക്കിക്കാണുന്നത്. തിബത്തി വംശത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഈ പ്രമാണിമാരുടെ കൂട്ടത്തിലുള്ള ആളുകൾ അവിടുന്ന് പുറത്താക്കപ്പെടും എന്ന നിലക്ക് സൂചന ഉണ്ടായതുകൊണ്ടൊന്നുമല്ല. മൂസ അലൈഹി ഇസ്ലാം ഈ കാണിച്ചിരിക്കുന്ന അത്ഭുത കൃത്യം സാധാരണ ആഭിചാരകന്മാർക്ക്
കാണിക്കാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. വളരെ വ്യത്യസ്തമായ പുതുമയുള്ള ഒരു ദൈവിക പിൻബലത്തോടുകൂടി അല്ലാതെ കാണിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ളതാണ് എന്നത് കൂടിയുന്ന ആളുകൾക്കൊക്കെ ഏകദേശം ധാരണ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത് അടിയന്തരമായിട്ട് അതിൽ ഇടപെട്ടുകൊണ്ട് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആളുകളൊക്കെയും ഇവരുടെ പുറകെ പോവാനിടയുണ്ട്. മൂസ അലൈഹി ഇസ്ലാമിന്റെയും ഹാറൂൻ അലൈഹി ഇസ്ലാമിന്റെയും പ്രബോധന ദൗത്യത്തിനോട് പോസിറ്റീവായി പ്രതികരിച്ചുകൊണ്ട് അവരോടൊപ്പം ചേരാൻ സാധ്യതയുണ്ട് ആളുകൾ എന്നത് ഇവർ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് പ്രമാണിമാര് മൂസ അലൈഹി ഇസ്ലാമിന്റെ വിഷയത്തിൽ എന്ത് ചെയ്യണം എന്ന് ഫിറോൻ ചോദിച്ചപ്പോ ഈ മറുപടി നൽകുന്നത് ഇർജിഹ് വ അഖാഹു, ഇർജിഹ് വ അഖാഹു, ഇയാളെയും ഇയാളുടെ സഹോദരനെയും തടഞ്ഞു നിർത്തുക, പിടിച്ചു വെക്കുക, ഇവിടെ പോകാൻ സമ്മതിക്കരുത്. ഇവരെ പോകാൻ സമ്മതിച്ചാൽ എന്താ കുഴപ്പം എന്നുള്ളത് നമുക്ക് പരിഗണിക്കപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇവരെ പോകാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഫിറോവിനോട് അവരുടെ ഒരു അഭിപ്രായം എന്നുള്ള നിലക്ക് പറയുന്നത്. കാരണം ഈ രണ്ടാളുകൾ കൊട്ടാരത്തില് ഈ രണ്ട് അത്ഭുത കൃത്യങ്ങൾ കാണിച്ചുകൊണ്ട് അവിടെ കൂടിയുന്ന ആളുകളുടെ മേല് വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവര് പോകാൻ അനുവദിച്ചാല് ഈജിപ്തിന്റെ ബാക്കി പട്ടണങ്ങളിലൊക്കെ തന്നെ ഇവരെത്തുകയും അവിടെയൊക്കെ ആളുകൾ ഇവരോടൊപ്പം അണിനിരക്കുകയും ഒക്കെ ചെയ്യാൻ വലിയ സാധ്യതയാണ് അവർക്ക് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് അത് തടയണം. അത് തടയണമെങ്കിൽ അതിനുള്ളൊരു വഴി ഒന്ന്, ഇവരെ നേരിട്ട് ഇവരുടെ ഈ കൃത്യങ്ങൾ കാണാൻ ആളുകൾക്ക് അവസരം ഉണ്ടാകുന്ന വിധത്തില് ഇവരെ പോകാൻ അനുവദിക്കാൻ പാടില്ല. ഒന്ന്. രണ്ടാമത്തത്, സമർത്ഥരായ സാഹിറുകളെ കൊണ്ടുവന്ന് മൂസ അലൈഹി ഇസ്ലാം കാണിച്ചത് കേവലം ആഭിചാരക്രിയ മാത്രമാണ്, അതൊരു സിഹറിന്റെ പണി മാത്രമാണ് എന്നത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന വിധത്തില് ആ കാര്യങ്ങളെ നിഷ്പ്രഭമാക്കുകയും വേണം. കാരണം ഇതുപോലെയൊക്കെ ഈജിപ്തിലെ പ്രഗത്ഭരായ സാഹിറുകൾക്ക് വേറെ പലർക്കും ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇതത്ര വലിയ സംഭവമൊന്നുമല്ല എന്നത് ജനങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്തല് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായിട്ട് അനുഭവപ്പെടുകയാണ്. അപ്പോ ഖാലു അവര് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, ഈ കൂടിയുന്ന അവിടുത്തെ പ്രമാണിമാര്, ഇവര് രണ്ടുപേരെയും തടഞ്ഞു നിർത്താം. ഇയാളെയും ഇയാളുടെ സഹോദരനുണ്ടല്ലോ കൂടെയുള്ള അയാളെയും നമുക്ക് ഇവിടെ തടഞ്ഞു നിർത്താം, അല്ലെങ്കിൽ അവരെ രണ്ടുപേരെ തടഞ്ഞു നിർത്തുക. ഇനി പിന്നെ പട്ടണങ്ങളിലേക്ക് ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചയക്കുക. ഫിൽ ഇനി എന്ന് പറഞ്ഞാൽ പട്ടണങ്ങളിലേക്ക് നിയോഗിച്ചയക്കുക എന്നാണ് അർത്ഥം. ആരെയാണ് നിയോഗിച്ചയക്കേണ്ടത് എന്ന് ഇവിടെ പറയുന്നില്ല, പക്ഷെ അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അധികാരിയായ, നാട്ടിലെ ഭരണ അധികാരിയായ ഫിറോവിനോടാണ് ഈ ആളുകൾ നിർദ്ദേശിക്കുന്നത്. ഫിറോവിനോടാണ് ഈ കാര്യം അവര് ആവശ്യപ്പെടുന്നത്. പട്ടണങ്ങളിലേക്കൊക്കെ തന്നെ നിയോഗിച്ചയക്കുക. സ്വാഭാവികമായിട്ടും ഫിറോവിന്റെ ആജ്ഞാനുവർത്തികളായ ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചയക്കാനാണ് ആവശ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി എന്താണ് അവരുടെ ദൗത്യം? ഹാശിരീൻ, ഒരുമിച്ച് കൂട്ടുന്നവർ എന്ന നിലക്ക് അവരെ പറഞ്ഞയക്കുക എന്നാണ് പറയുന്നത്. അപ്പോ പട്ടണങ്ങളിലേക്ക് ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചയച്ചുകൊണ്ട് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഇതാണ് ഈ അവിടുത്തെ പ്രമാണിമാര് പറയുന്നത്. ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞയക്കുക പട്ടണങ്ങളിലേക്കൊക്കെ. അവര് പോയിട്ട് ആളുകളൊക്കെ കാര്യങ്ങൾ വിളംബരപ്പെടുത്തിക്കൊണ്ട് ഒരുമിച്ച് കൂട്ടട്ടെ. അപ്പോ ഹാഷിരീൻ ഫിൽ മദാഇനി ഹാഷിരീൻ, ആളുകൾ മാത്രമല്ല, അതിന്റെ മുമ്പ് ഈ പട്ടണങ്ങളിലൊക്കെയുള്ള പ്രാഗൽഭ്യമുള്ള സാഹിറുകളെ ഒരുമിച്ച് കൂട്ടുകയാണ് ആദ്യം വേണ്ടത്. അപ്പൊ അവര് സാഹിറുകളൊക്കെ കണ്ടെത്തട്ടെ. ഈജിപ്തിലെ പേരെടുത്ത സാഹിറുകൾക്കൊക്കെ ഈ കാര്യം അറിയിക്കുകയും അവരെയൊക്കെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുക.
യഅ്തൂക ബികുല്ലി സഹാരിൻ അലീം. അങ്ങനെ അവർ ഈ ഉദ്യോഗസ്ഥന്മാര് പോയിട്ട് എല്ലാ നല്ല പ്രാഗൽഭ്യമുള്ള ആഭിചാരകന്മാരെയും കൊണ്ടുവരട്ടെ. സാഹിർ എന്നതിന്റെ കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ട് മികവ് കാണിക്കുന്ന ഒരാള് എന്ന സൂചന നൽകുന്ന വാക്കാണ് സഹാർ എന്ന് പറഞ്ഞാൽ. സവ്വാക്ക്, ഹല്ലാക്ക് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഫആൽ വസനിലുള്ള ഒരു പ്രയോഗമാണ്. ഏത് അറബി ക്രിയാരൂപത്തിന്റെയും ഈ രൂപത്തിലേക്ക് കൊണ്ടുവന്നാൽ അതിന് ഒരു പ്രൊഫഷണൽ ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ മികവുള്ള എന്നാണ് അർത്ഥം ലഭിക്കുക. ആവർത്തിച്ച് ചെയ്യുന്ന ആള്, അതുപോലെ പ്രൊഫഷണൽ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആള് എന്നൊക്കെ. അള്ളാഹുവിനെ തന്നെ അള്ളാഹു വിശേഷിപ്പിക്കുന്നത് ഖല്ലാഖുൽ അളീം എന്നാണ്. അതിഭയങ്കരമായ അതിമഹത്തായ സൃഷ്ടാവ് എന്നാണ്. അള്ളാഹുവിന്റെ സൃഷ്ടി ഈ വൈഭവത്തിന്റെ മഹത്വം വിളിച്ചോതുന്ന, അത് നിസ്തുലമാണ് എന്നത് കാണിക്കുന്ന, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് സൃഷ്ടികർമ്മം ചെയ്യുന്നവൻ എന്ന ഒരു അർത്ഥസൂചനയാണ് അതിനുള്ളത്. ഇവിടെ സഹാർ എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. സഹാർ എന്ന് പറഞ്ഞാൽ സാഹിറിന്റെ രൂപമാണ്, മറ്റൊരു രൂപമാണ്. അത് സൂചിപ്പിക്കുന്ന ഏറ്റവും മികവോടും പ്രാഗൽഭ്യത്തോടും കൂടി ആഭിചാരക്രിയ ചെയ്യാൻ കഴിയുന്ന ആള്, ഏറ്റവും സമർത്ഥനായ ഒരു മജീഷ്യൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഏറ്റവും സമർത്ഥരായ സാഹിറുകളെ അവര് ഒരുമിച്ച് കൂട്ടട്ടെ. അങ്ങനെ അവരെല്ലാവരെയും സംഘടിപ്പിച്ചു കൊണ്ടുവരട്ടെ. താങ്കളുടെ അടുക്കലേക്ക്, താങ്കളുടെ സന്നിധിയിലേക്ക് ഈ മികവുറ്റ സാഹിറുകളെയുമായിട്ട് അവര് വരട്ടെ. ഇപ്പൊ ജുമിയ സഹറത്തു. അപ്പൊ അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളുടെ വിശദാംശങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല. തുടർന്ന് ഈ സാഹിറുകളൊക്കെ വന്നു ചേർന്നു, അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടു. ജുമിയ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടു. സഹറത്തു സാഹിറുകളുടെ മറ്റൊരു ബഹുവചനാണത്. അപ്പോ ജുമിയ സഹറത്തു ലിമീഖാത്തി യൗമിൻ മഅലൂം, ഒരു നിശ്ചിത ദിവസത്തിന്റെ ഒരു അപ്പോയിന്റഡ് ആയ ഒരു സമയത്തിന് കണക്കാക്കി നിശ്ചയിക്കപ്പെട്ട സമയത്ത് ഈ സാഹിറുകളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെട്ടു. ഫിറോവിന്റെ ഉദ്യോഗസ്ഥന്മാര് നാടുനീളെ പട്ടണങ്ങളായ പട്ടണങ്ങളിലൊക്കെ എത്തുകയും അവിടെയൊക്കെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ടായിരുന്ന സാഹിറുകളെ കണ്ടെത്തുകയും അവരെ ഒരു സമയം നിശ്ചയിച്ചുകൊണ്ട് ഫിറോവിന്റെ അടുക്കലേക്ക്, അതിനുവേണ്ടി നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. വഖീല ലിന്നാസി, അപ്പോ വലിയൊരു ജനാവലി തന്നെ അത് കാണാനായിട്ട് തടിച്ചു കൂടിയിട്ടുണ്ട്, വലിയൊരു സമൂഹം. ഈ സാഹിറുകൾ വരുന്ന പട്ടണങ്ങളിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നൊക്കെ കേട്ടറിഞ്ഞ് വലിയൊരു മൈതാനത്ത് എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കാരണം മൂസ അലൈഹി ഇസ്ലാം അവതരിപ്പിച്ചിരിക്കുന്ന മുഅ്ജിസത്ത് അത്ര വലിയ സങ്കീർണതയാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെ ആളുകള്, സമൂഹമൊക്കെ ശീലിച്ചു വന്ന വഴിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ അവിടുത്തെ നിലനിന്നിരുന്ന അധികാര സ്തംഭങ്ങളെയൊക്കെ വെല്ലുവിളിക്കുന്ന വിധത്തില് അതിന്റെ സന്ദേശം പ്രവർത്തനക്ഷമമാവുകയാണ്. ആളുകൾക്ക് അതിന്റെ സൂചനകളൊക്കെ വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. എത്രമാത്രം അപകടകരമായതാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നത് ഏറ്റവും നന്നായി മനസ്സിലാക്കുന്നത് ഫിറഔനും അയാളോടൊപ്പം അയാളുടെ അധികാര സംവിധാനങ്ങളെ താങ്ങി നിർത്തുന്ന ആളുകൾക്കൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഈ മൂസ അലൈഹി ഇസ്ലാം ചെയ്തിരിക്കുന്ന ഈ സംഗതിയെ നിഷ്പ്രഭമാക്കുന്ന വിധത്തില് അതിനൊരു മറുപടി കൊടുത്തേ പറ്റൂ. അത് എല്ലാവരുടെയും സാന്നിധ്യത്തിലാവും വേണ്ടതുണ്ട്. കാരണം അത് സ്വകാര്യമായിട്ട് മൂസ അലൈഹി ഇസ്ലാമിനെ വിളിച്ചു വരുത്തി തോൽപ്പിച്ചാൽ അത് ജനങ്ങളുടെ അടുക്കലേക്ക് ഇത്ര വേഗത്തിൽ എത്തിക്കൊള്ളണം എന്നില്ല. മൂസ അലൈഹി ഇസ്ലാം അവതരിപ്പിച്ചിരിക്കുന്ന മുഅ്ജിസത്തുകളുടെ കഥകൾ അറിയാൻ കഴിഞ്ഞ മുഴുവൻ ആളുകളും കേൾക്കാനും അറിയാനും പറ്റുന്ന വിധത്തിലുള്ള വലിയൊരു ഒത്തുകൂടലിൽ വെച്ചിട്ട് വേണം ഈ മൂസ അലൈഹി ഇസ്ലാമിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള സാഹിറുകളുടെ പരിപാടി നടക്കേണ്ടത് എന്നതാണ്
അവരുടെ തീരുമാനം. അങ്ങനെയാണ് വേറെ ഒരിടത്ത് യൗമുസീന എന്ന് പറയുന്ന കാണാം. എന്ന് പറഞ്ഞ ആഘോഷങ്ങളുടെയും അലങ്കാരങ്ങളുടെയും വേഷഭൂഷാദികളുടേതും ഒക്കെ ആയിട്ടുള്ള അവരുടെ ഒരു ഉത്സവ നാള്. ആളുകളെല്ലാം അണിഞ്ഞൊരുങ്ങി നല്ല വേഷവും അതുപോലെ ആഭരണങ്ങളും ഉടയാടകളും ഒക്കെ ആയിട്ട് അണിഞ്ഞൊരുങ്ങി പുറപ്പെട്ടു വരുന്ന ഒരു ദിവസം. ഒരുപക്ഷെ ഈജിപ്തുകാരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു ഉത്സവത്തിന്റെ നാളായിരിക്കണം. ആ നാളിൽ പൊതുമൈതാനത്ത് വെച്ച് മൂസ അലൈഹി ഇസ്ലാം തന്റെ മുഅ്ജിസത്തുകള് തന്റെ വാദത്തിനുള്ള പിൻബലമായിട്ട് അവതരിപ്പിക്കുകയും സാഹിറുകളുടെ ഭാഗത്ത് നിന്ന് ഈ ആഭിചാരക്കാരുടെ പെർഫോമൻസ് വേറെയും, ഇത് നടക്കുമ്പോ ഇതിനൊക്കെ സാക്ഷികളായിട്ട് ജനങ്ങള് ഈജിപ്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി എത്തിച്ചേർന്നിട്ടുള്ള ജനങ്ങൾ അതിന് സാക്ഷികളായിട്ട് അവിടെ ഉണ്ടാകുകയും വേണം. അപ്പോ മൂസ അലൈഹി ഇസ്ലാം അവതരിപ്പിച്ചിരിക്കുന്നത് ഈ സാഹിറുകൾ അവതരിപ്പിക്കുന്നത് പോലെയൊക്കെയുള്ള ചില കൺകെട്ടുകൾ മാത്രമാണ് എന്നത് അവർക്ക് ബോധ്യപ്പെടണം. അതിനു വേണ്ടിയാണ് ഫിറഔൻ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി മുതിരുന്നത്, അങ്ങനെ നിർദ്ദേശിക്കുകയും ചെയ്യുന്നത്. അപ്പൊ യഅ്തൂക സഹാരിൻ അലീം. അപ്പൊ നിയോഗിക്കപ്പെട്ട ഈ ഉദ്യോഗസ്ഥന്മാര് പട്ടണങ്ങളിലൊക്കെ പോയിട്ട് പ്രഗത്ഭരായ സഹാറുകളെ സംഘടിപ്പിച്ചു കൊണ്ടുവരട്ടെ. അങ്ങനെ ഒടുക്കം അവർ തീരുമാനിച്ച വിധം സംഭവിച്ചു. ഫജുമിഅ സഹറത്തു, ഈ സാഹിറുകളൊക്കെയും ഒരുമിച്ച് കൂട്ടപ്പെട്ടു. നിശ്ചയിക്കപ്പെട്ട ദിവസം തന്നെ ആ സമയത്ത് അതിനായിട്ട് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തേക്ക്. ഫജുമിഅ സഹറത്തു ലിമീഖാത്തി യൗമിൻ മഅലൂം. മീഖാത്ത് എന്ന് പറഞ്ഞാൽ ഒരു നിർണിത സമയവുമാണ്, അതേപോലെ സ്ഥലവുമാണ്. നമ്മളെ ഹജ്ജിന്റെ ഒക്കെ ഇഹ്റാമിന് വേണ്ടിയുള്ള മീഖാത്ത് എല്ലാവർക്കും അറിയാലോ. ഒരു നിലയ്ക്ക് അത് സ്ഥലമാണ്, അവിടെ വെച്ചാണ് അവർ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നത്. അതേപോലെ തന്നെ വേറെ ചില കോണ്ടെക്സ്റ്റിൽ അത് സമയമായിരിക്കും, നിശ്ചിതമായ സമയം. അപ്പോ സമയവും സ്ഥലവും ഒക്കെ നിശ്ചയിച്ചുറപ്പിച്ചിട്ട് ഈ സാഹിറുകള് അഭിചാരക്കാര് ആ നിർണിതമായ അറിയപ്പെടുന്ന എല്ലാവർക്കും അത്രയും പരസ്യമായിട്ട് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ആ സ്ഥലത്തേക്ക് അവര് എത്തിച്ചേരുന്നു. അപ്പൊ ആ ഘട്ടത്തിൽ ഫിറഔൻ ജനങ്ങളോടായിട്ട് അവിടെ തടിച്ചുകൂടിയിരിക്കുന്ന വലിയ ഒരു ജനസഞ്ചയമുണ്ട്. അവരോടായിട്ട് ഫിറഔൻ പറയുന്നത് ഇങ്ങനെയാണ്: അൽ അൻതും മുജ്തമിഊൻ, നിങ്ങളെല്ലാവരും സംഘടിതരായിട്ട് എത്തുകയില്ലേ എന്നാണ്. എല്ലാവരും പരിപാടി കാണാൻ സമയത്തിന് തടിച്ചുകൂടുകയില്ലേ എന്നാണ് ഫിറഔൻ അവരോട് ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ചോദിക്കുന്നത്. അപ്പൊ ആളുകളൊക്കെ ഈ കാര്യങ്ങൾ കേട്ടറിഞ്ഞ് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഫിറഔൻ അവരോടായിട്ട് പറയുന്ന ഇതാണ്: നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം, എല്ലാവരും സംഘടിച്ച് ഒരുമിച്ച് കൂട്ടി സ്ഥലത്ത് ഇതിന് ദൃക്സാക്ഷികളാകാൻ വേണ്ടി എത്തണം. കാരണം എന്താ? ലഅല്ലന നത്തബിഉ സഹറത ഇൻ കാനൂ ഹുമുൽ ഗാലിബീൻ. അത് വലിയൊരു സൂചന നൽകുന്ന ഒരു ആയത്താണ്. നമുക്കൊരു പക്ഷേ ഈ സാഹിറുകളെ അവര് മുന്നോട്ട് വെക്കുന്നതിനെ പിൻപറ്റാൻ പറ്റിയെന്ന് വരും. അവരാണ് വിജയികളെങ്കിൽ എന്നാണ് ഫിറഔൻ ഇവിടെ പറയുന്നത്. എല്ലാവരും വരും. ഇപ്പോ നമ്മളുടെ ദീന്, നമ്മളുടെ മതം, നമ്മളുടെ നാട്ടിലെ വ്യവസ്ഥ വലിയ വെല്ലുവിളി നേരിടുകയാണല്ലോ. പലരുടെയും മനസ്സിൽ അവരുടെ പാരമ്പര്യ മതത്തെ കുറിച്ചുള്ള ധാരണകളിൽ വലിയ ഇളക്കം ഉണ്ടായിട്ടുണ്ട്. പലരും ആശയക്കുഴപ്പത്തിലാണ്. പലരും അവരുടെ പൈതൃക മതത്തിന്റെ കാര്യത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടവരായി മാറിയിരിക്കുകയാണ്. മൂസ അലൈഹി ഇസ്ലാം അവരുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ദീന് യുക്തിഭദ്രമാണ്. ഏറ്റവും കൂടുതൽ ബുദ്ധിക്ക് സ്വീകാര്യമായിട്ട് അനുഭവപ്പെടുന്നത് ആ കാര്യമാണ്. അതുകൂടാതെ താൻ ദൈവിക പ്രവാചകനാണ് എന്നതിനുള്ള സാക്ഷ്യമായിട്ട് മൂസ അലൈഹി ഇസ്ലാം ചില മുഅ്ജിസത്തുകൾ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി ആയപ്പോ ജനങ്ങളുടെ മനസ്സിൽ
അത് ആഴത്തില് സ്വാധീനമുണ്ടാക്കുന്നു എന്നതാണ് അവസ്ഥ. പലരും അവരുടെ പൂർവിക മതം വേണ്ട എന്ന് വെക്കുകയോ അതിൽ വിശ്വാസം നഷ്ടപ്പെട്ടവരായി മാറുകയോ ഒക്കെ ചെയ്യുകയാണ്. അപ്പോ ഫിറോൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും സംഘടിച്ചു വരണം, എല്ലാവരും അവിടെ ഒരുമിച്ച് കൂടണം. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈജിപ്തില് അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ സമൂഹത്തിൽപ്പെട്ട ഒരാളാണ്. അതും രാജാവിന്റെ കൊട്ടാരത്തിൽ തന്നെ വളർന്നിരുന്ന യുവത്വം പിന്നിടുന്ന ആ ഘട്ടം വരെ, അല്ലെങ്കിൽ ശൈശവം പിന്നിട്ട് ഒരു മുതിർന്ന ആളായി മാറുന്നത് വരെ കൊട്ടാരത്തിൽ കഴിഞ്ഞിരുന്ന, പല കാര്യങ്ങൾക്കും ഈജിപ്തിലെ ഈ മേധാവികളായിരുന്ന ഫിറോവിനെയും ഫിറോവിന്റെ വംശത്തെയും ഒക്കെ ആശ്രയിച്ചുകൊണ്ട് മാത്രം കഴിഞ്ഞിരുന്ന ഒരാള്. അയാൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുമ്പോഴേക്ക് ഇത്രയും വലിയ പ്രതിരോധം ആവശ്യമുണ്ടോ എന്നത് ആലോചിക്കാവുന്നതാണ്. അത് വേറൊരു നിലക്ക് പറഞ്ഞാൽ, മൂസ അലൈഹി ഇസ്ലാം മുന്നോട്ട് വെച്ച കാര്യം ഈജിപ്തിലെ ഭരണവർഗത്തിന് വലിയ വെല്ലുവിളിയായിട്ട് തന്നെയാണ് ആ ഘട്ടത്തില് അനുഭവപ്പെടുകയുണ്ടായത് എന്നതാണ് ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. വലിയ നെഞ്ചിടിപ്പോട് കൂടിയാണ് ഫിറഔൻ ജനങ്ങളോട് എല്ലാവരോടും സംഘടിച്ച് വരണം, നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം. ഇനി ഈ സാഹിറുകൾ വിജയിക്കുകയാണെങ്കിൽ, വിജയിക്കാതിരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. കാരണം അത്രയും ആളുകളില് മൂസ അലൈഹി ഇസ്ലാമിന്റെ ആ മുഅ്ജിസത്തുകൾക്ക് സ്വാധീനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോ മൂസ അലൈഹി ഇസ്ലാമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സാഹിറുകൾ വിജയിക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ നമ്മുടെ പഴയ ആ പൈതൃക മതം തന്നെ പിന്തുടർന്ന് പോകാമല്ലോ എന്നതാണ് ഇവിടെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. ലഅല്ലനാ നത്തബിഉ സഹറത, ഈ സഹറത്തിന്റെ, ഈ സാഹിറുകളുടെ ആ അവര് തെളിയിക്കുന്ന കാര്യം, അല്ലെങ്കിൽ അവര് പ്രതിനിധാനം ചെയ്യുന്ന നമ്മുടെ ഈ നിലവിലുള്ള പാരമ്പര്യ മതം, പാരമ്പര്യ ജീവിത വ്യവസ്ഥ, അത് തന്നെ നമുക്ക് പിന്തുടരാമല്ലോ. ഇൻ കാനൂ ഹുമുൽ ഗാലിബീൻ, ഈ സാഹിറുകളാണ് വിജയികളെങ്കിൽ. അപ്പോ പിന്നെ നമുക്ക് വലിയ മാറ്റമൊന്നും വേണ്ടതില്ലല്ലോ. മൂസ അലൈഹി ഇസ്ലാം പ്രതിനിധാനം ചെയ്യുന്നത് അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്ന ഏകദൈവ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ജീവിത ദർശനമാണ്. ആ ജീവിത ദർശനത്തിന് ആ ജീവിത ദർശനം ഉൾക്കൊള്ളുന്നവരായിട്ട് ആളുകൾ വരണം എന്നാണ് മൂസ അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പൊ ഇവിടെ സാഹിറുകൾ വിജയിക്കുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ പൂർവിക മതം, പാരമ്പര്യമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുന്ന മതം, അത് തന്നെ പിന്തുടർന്ന് പോയാൽ മതിയല്ലോ എന്നാണ് ഫിറഔൻ ജനങ്ങളോട് പറയുന്നത്. ആ പറയലിന്റെ സ്വരത്തിലും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള പദങ്ങളും ഒക്കെ നൽകുന്ന ഒരു സൂചന പരാജയ ഭീതി ഫിറോവിനെയും പിടികൂടിയിട്ടുണ്ടായിരുന്നു എന്നതാണ്. മൂസ അലൈഹി ഇസ്ലാം അവതരിപ്പിക്കുന്നത് വളരെ യുക്തിഭദ്രമായ ഒരു കാര്യമാണ്. താൻ പ്രവാചകനാണ് എന്നതിനുള്ള തെളിവും അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇനി അതിനെ പരാജയപ്പെടുത്തുന്ന വിധത്തിൽ സാഹിറുകള് വല്ലതൊക്കെ അവതരിപ്പിക്കുകയാണെങ്കിൽ മൂസ അലൈഹി ഇസ്ലാമിന്റെ സിഹർ നിഷ്പ്രഭമായി മാറുന്ന വിധത്തിലുള്ളതായി അത് കാണപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും മൂസയെ കൊണ്ടുള്ള ശല്യം തീർന്നല്ലോ. നമുക്ക് പഴയ പോലെ തന്നെ നമ്മുടെ പൂർവിക മതം പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഇതാണ് ഫിറഔൻ പറയുന്നതിന്റെ ചുരുക്കം. ലഅല്ലനാ നത്തബിഉ സഹറത ഇൻ കാനൂ ഹുമുൽ ഗാലിബീൻ, ഈ സാഹിറുകളാണ് വിജയികളാവുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവര് തെളിയിച്ച, അവര് നമ്മുടെ മുന്നിൽ വിജയിപ്പിച്ച് കാണിച്ചിട്ടുള്ള ഒരു ജീവിത മാർഗമുണ്ട്, അത് തന്നെ നമുക്ക് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുമല്ലോ എന്നാണ് ഫിറഔൻ ആ ഘട്ടത്തില് ജനങ്ങളോടായിട്ട് പറയുന്നത്. അപ്പൊ എല്ലാവരെയും ആ മൈതാനത്തേക്ക് ഒരുമിച്ച് കൂടാൻ വേണ്ടി കൊട്ടാരത്തിന് വിളംബരം ഉണ്ടാവുകയാണ്. ഉദ്യോഗസ്ഥന്മാര് മാത്രല്ല, രാജാവ് തന്നെയും ഫിറഔൻ തന്നെയും
അതിനു വേണ്ടി ആളുകളെ പ്രേരിപ്പിക്കുന്നു. എല്ലാവരും സംഘടിച്ചു വരണം, ആരും മാറി നിൽക്കരുത്. ഇത് നമ്മുടെ നിലനിൽപ്പിന്റെ കൂടി ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിരതയെ വെല്ലുവിളിക്കുന്ന ഈ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഈ ആഗമനം, മൂസ അലൈഹി ഇസ്ലാം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ തന്നെ നമ്മൾ അതിനെയൊക്കെ നേരിട്ട് തോൽപ്പിക്കേണ്ടതുണ്ട്. സാഹിറുകൾ അതിനൊക്കെ കഴിവുള്ളവരാണ്. അവരുടെ കഴിവും സിദ്ധിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്യുന്നതോടുകൂടി മൂസായെ കൊണ്ടുള്ള ഈ ശല്യം നമുക്ക് തീർന്നു കിട്ടും. നമുക്ക് നമ്മുടെ ഈ സാഹിറുകളൊക്കെ മുന്നോട്ട് വെക്കുന്ന ആ പാരമ്പര്യ മതമുണ്ടല്ലോ, അത് തന്നെ പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാം. ഈ നിലക്കാണ് അത് സംബന്ധമായ ക്യാമ്പയിൻ നടക്കുന്നത് എന്നാണ് ഈ ആയത്ത് വെളിപ്പെടുത്തുന്നത്. അപ്പോ സൂറത്ത് ശുഅറയിലെ 36 മുതൽ 40 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. ഈ സംഭവങ്ങളുടെ തുടർന്നുള്ള കാര്യങ്ങൾ, തുടർന്നുള്ള ആയത്തുകളിൽ അതിന്റെ സംഭവങ്ങളുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.